കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്താ? അല്ല, വിസ്മയുടെ പാടുമ്പോ കേൾക്കുന്ന ശബ്ദവും ഇപ്പോ. അതെ, കാറിന്റെ AC കൂടുതലായിരുന്നു. ചൂടുവെള്ളം കുടിച്ചാൽ മാറും. എന്നാ ഞങ്ങളങ്ങോട്ട് വാ മോളെ, വാ. വിസ്മയ ചേച്ചിയുടെ പേരിലാണെങ്കിലും ചേച്ചിയുടെ പാട്ടിന്റെ ആരാധകനാ സാറ്. വിസ്മയ പാടുമ്പോ കേൾക്കുന്ന വോയിസും ഇപ്പൊ സംസാരിച്ച വോയിസും തമ്മില് ഭയങ്കര ചേഞ്ച് ആണല്ലോ. അതാണോ നിന്റെ കണ്ടുപിടുത്തം? ആരോടും അധികം സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ഹായ്, ഹലോ, താങ്ക്സ്, അത്രമാത്രം മതി. ഞാൻ വിചാരിച്ചതാ ചേച്ചിയെ പാടുന്നെന്ന് ആ സാറിനോടൊന്ന് പറയണോന്ന്. കൂടുതൽ പറഞ്ഞാലേ പാടുന്നത് വേറെ ശബ്ദമാണെന്ന് ആൾക്കാർ തിരിച്ചറിയും. വിസ്മയുടെ ശബ്ദം നമ്മൾ ലൈവായിട്ട് കേൾക്കാൻ പോവല്ലേ? അതോടെ നിന്റെ എല്ലാ സംശയവും തീരും മോനെ. നീ ആരോടൊന്നും പറയാതെ ആ സ്റ്റേജിന്റെ അടുത്ത് പോയിരുന്നോ? ഞാനേ ഈ ബാഗുകളൊക്കെ അരുന്ധതി മാഡത്തിനെ ഏൽപ്പിച്ചിട്ട് വരാം. പിടിക്കാച്ചി, കുറച്ചുനാള് വെയിറ്റ് എടുക്കരുന്നല്ലേ നിന്നോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നെ. നീ അവിടെ പോയിരുന്നോ? പോ, ചെല്ല. ഏയ് നിക്ക്. ഏത് സെൻസ് ഇല്ലാത്തവനാ നിങ്ങളുടെ കൂടെ ഈ കുട്ടിയെ അയച്ചത്? അതിഥികളെ സ്വാഗതം ചെയ്യാൻ ഏറ്റവും ഭംഗിയുള്ള പെൺകുട്ടികളെ അയക്കാൻ പറഞ്ഞിട്ട് നിങ്ങളോടൊപ്പം ഭംഗിയില്ലാത്ത നിറം കെട്ട വേഷത്തിൽ ഇവളെങ്ങനെ വന്നു? ഐശ്വര്യ, എന്താ മമ്മി? നീയല്ലേ ഇതെല്ലാം അറേഞ്ച് ചെയ്തത്? മാത്യു, ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ വെൽക്കം ഗേൾസ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെൺകുട്ടികളെ തന്നെ വേണമെന്ന്. ഞാൻ 6 പേരെയാണ് മാഡം കൊണ്ടുവന്നത്. അവരാ ഈ ഇരിക്കുന്നത്. പക്ഷേ ഈ പെൺകുച്ചാരെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ചെല്ല്. ഓ, ഇവിടെ ഫംഗ്ഷൻ നടക്കുന്ന അറിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ തെണ്ടിക്കേറി വന്നതായിരിക്കും. എന്താടി ഒന്നും മിണ്ടാത്തെ? അതോ മോഷ്ടിക്കാൻ കയറി വന്നതാണോ? നമുക്ക് പോലീസിനെ വിളിക്കാം. അതെ അമ്മേ, ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചൊരു പെൺകുട്ടിയെ ബോഡി ഷേമിംഗ് നടത്തുന്നത് അത്ര നല്ലതല്ല. ഇവിടെ സന്തോഷകരമായ ഒരു ചടങ്ങ് നടക്കുകയല്ലേ. ഐശ്വര്യ, സെക്യൂരിറ്റി വിളിച്ച് ഇവളെ പുറത്താക്കാൻ പറ. മാത്യു, സെക്യൂരിറ്റിയെ വിളിക്ക. അത് ഞാൻ ഒന്നും പറയണ്ട. എന്താ എന്താ ശ്യാമേ? വസുന്ധരെ, ഇവൾ ആരോടെങ്കിലും മോശമായിട്ട് പെരുമാറിയോ? അരുന്ധതിക്ക് ഇവളെ അറിയോ? ഇത് വിസ്മയുടെ അസിസ്റ്റന്റ് ആണ്. അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാ ബാഗ് ചുമക്കാൻ ഒരാള്, അത്രേ ഉള്ളൂ. അതിനാണെങ്കിലും കുറച്ച് കാണാൻ കൊള്ളാവുന്ന ഒരാളെ വെച്ചൂടെ അരുന്ധതി? ഡാർക്ക് ഷെയ്ഡ് പെൺകുട്ടികള് ഇവിടെ ജോലിക്ക് നിൽക്കുന്നത് പോലും അമ്മയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇവിടെ മറ്റാരുടെയും കണ്ണിപ്പെടാതെ എവിടെങ്കിലും പോയി ഒതുങ്ങിയിരിക്കെ. നിനക്ക് മനസ്സിലായോടി? ഇനി ഞങ്ങളുടെ ആരുടെയും കൺവെട്ടത്ത് വരരുത്. മോളെ, സോറി, വിഷമിക്കണ്ട.
അവരുടെയൊക്കെ വായിലിരിക്കുന്ന കേട്ടപ്പോ സമാധാനായല്ലോ നിനക്ക്. ഇത്രയും നേരം എന്ത് കണ്ടോണ്ട് നിൽക്കായിരുന്നു? ഞാനിപ്പോ വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ആദ്യം മേടിച്ചാണ് നീ. മൂങ്ങിക്കൊണ്ട് നിൽക്കാതെ എവിടെയെങ്കിലും പോയി ഒതുങ്ങിയിരിക്കേ. പാടാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ റെഡിയാക്കിയിട്ട് ഞാൻ വന്ന് വിളിക്കാം. ചെല്ലടി, ഞാൻ എടുത്തോണ്ട് പൊയ്ക്കോളാം, നീ ചെല്ല്. ചേച്ചി, അവരൊരുപാട് വഴക്ക് പറഞ്ഞു. നമ്മള് ഭൂമിയോളം ക്ഷമിച്ചല്ലേ പറ്റൂ. ആരുടെയും ദൃഷ്ടി എത്താത്ത എവിടെയെങ്കിലും പോയി നമുക്കിരിക്കാം. ചേച്ചി ദേ, കൃഷ്ണ ഗുരുവായൂരപ്പ, എന്റെ കണ്ണ, നീ ഇവിടെയുണ്ടോ? ഞാൻ എവിടെ പോയാലും നീ കൂടെ ഉണ്ടല്ലേ. ഞാനിന്ന് ഇവിടേക്ക് വരുന്ന നിനക്കറിയായിരുന്നോ? ചടങ്ങ് തുടങ്ങാറായി. ആമേ, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. ചേച്ചി ആരോ വരുന്നുണ്ട്. ചേച്ചി, അതാ സാറ. ചേച്ചി, പെണ്ണിന്റെ ഒളിച്ചാലോ? ഇതിനിടയിൽ ഇല്ല യൂസഫ്, വേറെ പ്രശ്നമൊന്നുമില്ല. ടെക്നീഷ്യന് ചെറിയൊരു ആക്സിഡന്റ്. ഫംഗ്ഷൻ ഉടനെ തുടങ്ങും. ആ പെണ്ണിത് എവിടെ പോയി കിടക്കുക? അന്വേഷിച്ച് നടന്ന് എന്റെ കാൽ വേദന എടുക്കുക. അവൾക്കിരുന്ന് പാടാനുള്ള റൂമും റെഡിയായി, പ്രോഗ്രാമും തുടങ്ങാറായി. ഇവളിത് എവിടെ പോയി കിടക്കുക? ശ്യാമയെ കണ്ടോ എന്ന് ആരോടെങ്കിലും ഒന്ന് ചോദിക്കാൻ പറ്റുമോ? ഞാനാണെങ്കിൽ അന്വേഷിച്ച് നടന്നൊരു വഴിയായി. അവൾ ഇനി രക്ഷപ്പെട്ട് കാണൂ. അറം പറ്റുന്ന വാക്കുകൾ പറയാതെ. എന്റെ കൃഷ്ണ, എനിക്കിവിടുന്ന് പുറത്ത് കിടക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രോഗ്രാം മുടങ്ങുമല്ലോ. ഈശ്വര, അല്ലെങ്കിൽ പിന്നെ അവളെ കാണണ്ടേ മമ്മി? ദേ, അവളെ കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ ഞാൻ മുങ്ങേണ്ടി വരും. അല്ലെങ്കിൽ ബോധം കെട്ടതായി അഭിനയിച്ച് ഞാൻ ഈ സ്റ്റേജിൽ അങ്ങ് വീഴും. ബാക്കിയെല്ലാം മമ്മി നോക്കിക്കോണം. നീ വെറുതെ എന്നെ ടെൻഷൻ അടുപ്പിക്കാതെ. അവളെ എവിടെ പോയി ഒളിച്ചാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. നീ സമാധാനായിട്ടിരിക്കേ.
തോന്നുന്നു. നമുക്ക് പുറത്തേക്ക് പോവാം. വഴക്ക് പറഞ്ഞ ആ മാഡം അവിടെ നിൽപ്പുണ്ട്. അവരെന്നെ കണ്ടാൽ കുഴപ്പമാവും. പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല, ഇവിടെ നിൽക്കാനും പറ്റില്ല. എന്ത് ചേച്ചി നമ്മള്? ശരി അരുന്ധതി, നമുക്ക് ഉടനെ തന്നെ പ്രോഗ്രാം തുടങ്ങണം കേട്ടോ. അഖില് റെഡിയായി വരേണ്ട താമസേ ഉള്ളൂ. ഞങ്ങളുടെ ഭാഗമൊക്കെ ഓക്കെയാണ്. ഇവിടുത്തെ ഒരുക്കങ്ങൾ എന്തായിന്ന് അറിയാൻ വന്നതാ. ഇവിടുത്തെ മറ്റൊരു കാര്യവും അരുന്ധതി മാം ശ്രദ്ധിക്കണ്ട. അതിനല്ലേ ഞങ്ങളുള്ളത്. മ്യൂസിക് പ്രോഗ്രാം മനോഹരമാക്കിയാൽ മാത്രം മതി. അതെ അതെ, അത് നന്നാക്കാൻ വേണ്ടിയാണല്ലോ ഞാനിങ്ങനെ ഓടി നടക്കുന്നത്. എങ്കിൽ ഞാനങ്ങോട്ട് പോട്ടെ. ചേച്ചി ശബ്ദമൊന്നും കേൾക്കുന്നില്ല, തുറക്ക്. നീ കുളിക്കാണോ? ഞാനിപ്പോ എത്താം. കുളിക്കാ. എടാ, എല്ലാവരും കാത്തു നിൽക്കുക. ഞാനിപ്പോ എത്താമേ. ആ, പെട്ടെന്ന് വന്നേക്കണേ. ആ ചേച്ചി, അവിടെ കുളി കഴിയാറായെന്നാ തോന്നുന്നേ. എങ്ങനെയെങ്കിലും പെട്ടെന്ന് പുറത്തു ചാടണം. എന്റെ ഈശ്വരാ. അപ്പോ നമുക്ക് ഗ്ലാസ് ഡോർ വഴി പുറത്ത് ചാടാം. ഒരു മിനിറ്റ്. അമ്മയുടെ ഗിഫ്റ്റാ. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? നീ എവിടെ പോയതാടി? ഞങ്ങൾ ആരും കാണാതെ. നീ മിണ്ടരുതും. മിണ്ടിയ നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അപ്പൂനെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. അവനും കൂടി ഉള്ളത് ഞാൻ നിന്നോട് പറയാം. ഇപ്പഴല്ല, പ്രോഗ്രാം കഴിഞ്ഞിട്ട്. വാടി. നിന്നെ നീ ഇങ്ങോട്ടാ? ഞാൻ ചേച്ചിയുടെ കൂടെ. ചേച്ചിയുടെ കൂടെ ഞങ്ങളുണ്ട്. മര്യാദക്ക് എവിടെങ്കിലും പോയിരിക്കേ. അപ്പോ മോനി സ്റ്റേജിന്റെ പരിസരത്ത് എവിടെയെല്ലാം ഉണ്ടായാൽ മതി കേട്ടോ. വാടി. സാറാണല്ലോ. എന്തിനാ ഇവിടെ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ്? ഹലോ, ആരാ ഇതിന്റെ ഉള്ളില്? മോനെ, മോനെന്താ ഇവിടെ? അല്ല, ഇവിടെ ആരും ഉള്ളതുപോലെ തോന്നി. അത് വിസ്മയുടെ മേക്കപ്പിന് വേണ്ടി തയ്യാറാക്കിയ റൂമാ. ഓ സോറി കേട്ടോ. നിന്നെ അവൻ കണ്ടോ? ഇല്ലെന്നാ തോന്നുന്നു. അവനിങ്ങോട്ട് വരുന്നത് ഞങ്ങൾ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇനി ആര് വന്നാലും മിണ്ടാതെ ഇതിനകത്ത് തന്നെ നിന്നോണം. ഷഷ്ടിപൂർത്തി ചടങ്ങുകൾ ആരംഭിക്കാറായി. നമുക്കങ്ങോട്ട് ചെല്ലാം. ശ്യാമയാണ് എനിക്ക് പാടുന്നതെന്ന് അഖിൽ എങ്ങാനും അറിഞ്ഞ എല്ലാം അവസാനിച്ചേനെ. നീ എന്നെ ഇത്തവണയും രക്ഷിച്ചു. നിന്റെ ശ്യാമയല്ല ഞാൻ. നിനക്കെന്നെ കൈവിടാൻ പറ്റുമോ? അല്ലേ? ഇന്ന് ഇവിടെ നടക്കുന്ന ആഘോഷവേളയിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇനി നമുക്ക് ആനന്ദവർമ്മയുടെ ഷഷ്ടിപൂർത്തി ചടങ്ങിലേക്ക് കടക്കാം. നമ്മൾ വിചാരിച്ചതിനേക്കാൾ ആഘോഷവും സന്തോഷമാണല്ലോ ജഗന്നാഥ സാറേ. ആ ചിരിയും സന്തോഷവും കണ്ണീരും വിലാപവും ആക്കാനല്ലടാ നമ്മൾ വന്നിരിക്കുന്നത്. മായ, ജഗന്നാഥൻ, നിങ്ങൾ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടും ബിസിനസ് പാർട്ട്ണറുമാണ്. പക്ഷെ അതൊന്നും വിവാഹത്തിനുള്ള മാനദണ്ഡം അല്ലല്ലോ. എന്റെ മരുമകളായി വരുന്നവൾ സുന്ദരിയായിരിക്കണം. സ്വാതിയെ പോലെ ഇരുണ്ട നിറമുള്ള ഒരു പെൺകുട്ടിയെ ആ സ്ഥാനത്ത് എനിക്ക് സങ്കല്പിക്കാനാവില്ല. ജഗൻ, ഇവിടെ നടക്കുന്ന ഓരോ ആഘോഷങ്ങളും നമ്മുടെ നഷ്ടങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ്. ഇനി പാദപൂജ ആരംഭിക്കാം. നിനക്കിവിടെ ചെയ്യാനുള്ള ജോലികളൊക്കെ അറിയാമല്ലോ. അറിയാം. തുടങ്ങിക്കോ. ഇതുവരെ നമ്മൾ കരഞ്ഞു. ഇനി മുതൽ ആനന്ദവർമ്മയും കുടുംബവും കരയണം. അതിനുള്ള ആദ്യ പ്രഹരം ഏൽപ്പിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകും. മൂത്ത പുത്രൻ പാദപൂജ ചെയ്തോളൂ. ആനന്ദവർമ്മയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ നമ്മളാ. ഏറ്റവും വലിയ ശത്രുക്കളും നമ്മൾ തന്നെയാണെന്ന് അയാൾ ഒരിക്കലും അറിയില്ല. അത് റെഡിയാക്കിക്കോ. ആർക്കും ഒരു സംശയവും തോന്നരുത്. ഈ ആഹ്ലാദത്തിനിടയിൽ ഒരു നടുക്കം. അത് ഈ കുടുംബത്തിന് നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റാ. നമുക്കൊന്നും മറക്കാൻ കഴിയില്ലല്ലോ. എല്ലാം മറന്നെന്ന് ഭാവിച്ച് ഇനിയുള്ള ഓരോ ദിവസവും അവരെ മുറിവേൽപ്പിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ മോള് നിൽക്കേണ്ട സ്ഥാനത്താ അവള് നിൽക്കുന്നേ. ഐശ്വര്യ, ജഗനും മായ. അതി ജഗനെ മായ ഇങ്ങോട്ട് വിളിക്കും. സുഖമല്ലേ വസുന്ധരേ?
എല്ലാവരും നമ്മുടെ ഒപ്പം ഉള്ളപ്പോ നമുക്ക് സന്തോഷമല്ലേ മായേ? എന്റെ മോൾക്ക് പകരം വന്നവളല്ലേ? നിനക്ക് വേണ്ടി ഞാനൊരു സമ്മാനം ഒരുക്കി വെച്ചിട്ടുണ്ട്. കൃഷ്ണ, ഏറ്റവും നന്നായിട്ട് പാടാൻ എന്നെ അനുഗ്രഹിക്കണേ. ഞാൻ കാരണം എൻ്റെ കൂട്ടുകാരി വിസ്മയ്ക്ക് ഒരു ദോഷവും ഉണ്ടാവരുത്. പാട്ട് കേട്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും അവളെ അഭിനന്ദിക്കണം. എൻ്റെ അപ്പൂൻ്റെ ഓപ്പറേഷന് പണം തന്ന് ജീവൻ രക്ഷിച്ചത് അവരാ. എന്നെ എത്ര ദ്രോഹിച്ചാലും എനിക്ക് അവരോട് വെറുപ്പ് തോന്നരുത്. കണ്ണാ, ഞാൻ പാടുന്ന എല്ലാം നിനക്ക് വേണ്ടിയാ. നീയാ എന്റെ ശക്തി. പേരക്കുട്ടികളായി എന്നിട്ട് നിങ്ങൾ ഇപ്പോഴും ചെറുപ്പമാ. പിന്നല്ല, പുതുമണവാളനും മണവാട്ടിയും പോലെ അല്ലേ മായേ? മക്കളെക്കാളും പ്രായം കുറവാ അച്ഛനും അമ്മയ്ക്കും. ഇവിടുത്തെ അടുത്ത മണവാള് ദേ ഇവനാ. അഖിലിന്റെ ബിസിനസ്സിൽ സഹായിക്കാൻ കഴിയുന്ന കഴിവും സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഞങ്ങളിപ്പോൾ. ഞങ്ങളെല്ലാവരും ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അഖില് മാത്രം അടുക്കുന്നില്ല. അഖിലിന്റെ സങ്കല്പത്തിലുള്ള ഒരാളെ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതെ, നമുക്ക് ഈ മാരേജ് ഡിസ്കഷൻ ഒന്ന് അവസാനിപ്പിച്ചാലോ? അഖിൽ ആരെയോ കണ്ടുവച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഏയ്, അതൊക്കെ അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിരിക്കുക. എനിക്ക് കുറച്ച് ടൈം വേണം, അത്രേ ഉള്ളൂ. അരുണിന്റെ ഭാര്യ മിസ് കേരള. അപ്പോ അഖിലിന്റെ ഭാര്യ ഒരു മിസ് യൂണിവേഴ്സെങ്കിലും ആയിരിക്കണം, അല്ലേ വസുന്ധരെ? മരുമകളെ കുറിച്ചുള്ള എന്റെ സങ്കല്പം മായക്കറിയാലോ. അതിൽ കുറഞ്ഞതൊന്നും എന്റെ മനസ്സിലില്ല. അങ്ങനെ ഒരു പെൺകുട്ടിയെ തന്നെ ഞാൻ ഇവന് വേണ്ടി കണ്ടെത്തും. ഞാനും ചില പെൺകുട്ടികളെ കണ്ടുവച്ചിട്ടുണ്ട്, നല്ല മിഠായി പോലെ ഇരിക്കും. എടാ മൈക്കിളെ, വാർദ്ധക്യ രോഗം ബാധിച്ച നീ എന്തിനാ പെണ്ണ് കെട്ടാൻ പോകുന്നത്? എനിക്ക് വേണ്ടിട്ടല്ലോ, ദേ ഇവന് വേണ്ടി. അതിന് ഞങ്ങളിവിടെ വീട്ടുകാരുണ്ട്. വീട്ടുകാർ 25 വർഷം കൊണ്ട് നോക്കിയാലും നടക്കാത്ത കാര്യം ഒരു ഫ്രണ്ട് ഒരു മിനിറ്റ് കൊണ്ട് സാധിക്കും. അതാണ് ഫ്രണ്ടും വീട്ടുകാരും തമ്മിലുള്ള വ്യത്യാസം. ഓഹോ, ആ മതി മതി, ഇനി ഇവിടെ നീ അധികം നിൽക്കണ്ട. എന്നെ കൊല്ലം കൊണ്ടുപോകണം. ആ, മിക്കവാറും വേണ്ടി വരും. മിസ് കേരളയേക്കാൾ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയെ അഖിലിന് വേണ്ടി ഞങ്ങളും അന്വേഷിക്കാം. യെസ് യെസ്, ഫാമിലി ഫ്രണ്ട് എന്നുള്ള നിലയിൽ ഞങ്ങൾ അത്രയെങ്കിലും ചെയ്യണ്ടേ? എല്ലാവർക്കും എന്റെ നമസ്കാരം. വാ നമുക്ക് അങ്ങോട്ടിരിക്കാം. സ്റ്റേജിന്റെ അവിടേക്ക് ചെല്ലട്ടോ. ഞാൻ അരുന്ധതി ദേവി. ആനന്ദവർമ്മ സാറിന്റെ ഷഷ്ടിപൂർത്തിക്ക് ഒരു പ്രോഗ്രാം നടത്താൻ ക്ഷണിച്ച ആനന്ദവർമ്മ സാറിന്റെ പ്രിയപ്പെട്ട പത്നിയും എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടുമായ വസുന്ധരയ്ക്ക് ആദ്യമേ ഞാൻ നന്ദി പറയുന്നു. ഒരുപാട് പേർക്ക് സംഗീതം പകർന്നു കൊടുത്ത എനിക്ക് ഈശ്വരന്റെയും ശ്രോതാക്കളുടെയും അനുഗ്രഹം കൊണ്ട് എന്റെ മോളെയും ഒരു ഗായികയാക്കാൻ കഴിഞ്ഞു. കച്ചേരികളിലൂടെയും നിരവധി മ്യൂസിക് ആൽബങ്ങളിലൂടെയും പ്രശസ്തയായ എന്റെ മകൾ വിസ്മയ ഉടൻ തന്നെ ചലച്ചിത്ര പിന്നണി ഗായികയായും അറിയപ്പെടും എന്ന സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഏറ്റവും സന്തോഷത്തോടെ ഞാൻ എന്റെ മകളെ നിങ്ങളുടെ മുൻപിലേക്ക് സ്വാഗതം ചെയ്യുന്നു.